രാവിലെ എഴുന്നേറ്റ ഉടനെ സുഹൃത്തിൻ്റെ വാട്സാപ്പ് സന്ദേശമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്ക് എവിടെയെങ്കിലും ഇന്ന് ട്രിപ്പ് പോയാലോ എന്നാണ് അവൻ്റെ ചോദ്യം. എങ്ങോട്ടാ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ മണ്ണൂർ പാലത്തിൻ്റെ അടുത്ത് 8 മണിക്ക് എത്താനാണ് അവൻ പറഞ്ഞത്. അതുപ്രകാരം മണ്ണൂർ പാലത്തിനടുത്ത് 8 മണിക്ക് എത്തുമ്പോഴത്തേക്കും അവനടക്കം 4 പേർ ഞങ്ങളുടെ കട്ട ചങ്സ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ വണ്ടിയിൽ കയറി ഞങ്ങളിതാ യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത യാത്ര. ഏതായാലും ഇരിട്ടി ഭാഗത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളായ അഷ്റഫ്, റനീസ്, സക്കരിയ, ബാക്കിൽ നിന്ന് കൈകൊണ്ട് കാണിക്കുന്നത് റഫീഖ്, ഡ്രൈവ് ചെയ്യുന്നത് നൗഷാദ്. എല്ലാവർക്കും ഇന്ന് ഞായറാഴ്ച ലീവാണ്. ഏതായാലും നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇരിട്ടി വഴി വയനാട്ടിലേക്ക് പോകാമെന്ന പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ. ഇടത്തൊട്ട് വഴിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കളിതമാശകൾ പറഞ്ഞും സ്വറ പറഞ്ഞും അതിമനോഹരമായ ഒരു യാത്ര. കേളകത്ത് എത്തിയിരിക്കുന്നു. ഇനി അടുത്തത് കൊട്ടിയൂരാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഹോട്ടൽ തേടിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. ചുരത്തിൻ്റെ വളവിൽ നല്ലൊരു ഹോട്ടൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറുകയാണ്. പൊറോട്ട, പൂരി, ദോശ, കൂടെ ബാജിക്കറിയും അയലക്കറിയും. ഇത് മൂന്നുമായിരുന്നു അവിടെ ഭക്ഷണമായി ഉണ്ടായിരുന്നത്. സപ്ലയർ കുറവായതിനാൽ അവർക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ വിളമ്പി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ വഴിയിൽ ഒരു ആക്സിഡന്റ് കാണാനിടയായി. ഞങ്ങൾ വണ്ടി നിർത്തി. ഇന്നലെയോ മറ്റോ നടന്ന ആക്സിഡന്റാണ്. ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ക്രെയിനിനെ വലിച്ചു കയറ്റാനാണ് JCB വന്നിരിക്കുന്നത്. കാറും ക്രെയിനും തമ്മിൽ ഇടിച്ചുണ്ടായ അപകടമാണെന്ന് മനസ്സിലായി. അതിന് മുന്നോടിയായി ഒരുപാട് വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളിൽ പലർക്കും ടോയ്ലറ്റിൽ പോവേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വഴിയരികിലൊന്നും ടോയ്ലറ്റുകൾ കാണാനില്ല. പള്ളി അന്വേഷിച്ചാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. വഴിയരികിൽ കണ്ട ഒരു പള്ളി അത് പൂട്ടിയിട്ടിരിക്കുന്നു. ഇദ്ദേഹം വന്ന് പള്ളിയുടെ ഗേറ്റ് തുറന്നു തന്നു. വളരെ നല്ല മനുഷ്യൻ. ഇദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കിലോക്ക് എത്രയാ? 100 അല്ലേ? കുറച്ച് വന്നേ, നമുക്ക് കഴിക്കാൻ വേണ്ടിയാ. വണ്ടിയിൽ നിന്ന് കഴിക്കാനായി ഇദ്ദേഹത്തോട് ഞങ്ങൾ കുറച്ച് ഓറഞ്ച് വാങ്ങി. നല്ല മധുരമുള്ള ഓറഞ്ച്. റോഡിൻ്റെ ഇരുവശത്തുമായി നല്ല പ്രകൃതിസുന്ദരമായ കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നയനമനോഹരമായ കാഴ്ചകൾ. ഈ വഴി യാത്ര ചെയ്യുന്നത്
പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്തിച്ചേരുന്ന സ്ഥലമല്ല, എത്തിച്ചേരുന്നതുവരെയുള്ള യാത്രയാണ് അതിമനോഹരമെന്ന്. ഞങ്ങളിപ്പോൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കളിതമാശകൾ പറഞ്ഞ്, സ്വറ പറഞ്ഞ്, പരസ്പരം കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. ഇതാണ് ഏറ്റവും മനോഹരം. വഴിയരികിൽ ഒരു ആൾക്കൂട്ടം കണ്ട് ഞങ്ങൾ വണ്ടി ഒതുക്കി നിർത്തി. എന്താണെന്നറിയാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. സംഭവം മറ്റൊന്നുമല്ല, ചായയും പലഹാരവും കഴിക്കാനുള്ള തിരക്കാണ്. ഉണ്ണിയപ്പമാണ് ഇവിടത്തെ ഹൈലൈറ്റ്. അത് കഴിക്കാനാണ് ഈ തിരക്ക്. ഒരു പ്ലേറ്റ് ഉണ്ണിയപ്പത്തിന് 60 രൂപ. ഒരു പ്ലേറ്റ് ഉണ്ണിയപ്പം ഞങ്ങളും വാങ്ങി. നല്ല മധുരമുള്ള ഉണ്ണിയപ്പം. ഉണ്ണിയപ്പവും കഴിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന പല കാഴ്ചകളും ഞങ്ങൾ കണ്ടു. വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് വഴിതെറ്റിയെന്ന് മനസ്സിലായി. ഞങ്ങൾ കേരള ബോർഡർ കടന്നിരിക്കുന്നു. ഞങ്ങൾക്ക് പോകേണ്ടത് കോഴിക്കോടേക്കാണ്. ഒരാളോട് വഴി ചോദിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു വിടുകയാണ് വണ്ടി. സമയം ഉച്ചയായിരിക്കുന്നു. വഴിയരികിൽ കണ്ട അതിമനോഹരമായ പള്ളിയിലേക്ക് ദുഹർ നമസ്കാരത്തിനായി ഞങ്ങൾ കയറി. വളരെ വൃത്തിയുള്ള പള്ളി. നമസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി ഉച്ചഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട്. നല്ല ഒരു ഹോട്ടൽ തേടിയാണ് ഞങ്ങൾ പോകുന്നത്. ടേസ്റ്റ് മിസ്റ്റ് എന്ന് പറയുന്ന ഈ ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി. ഭയങ്കര തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒരുപാട് സമയം അവിടെ കാത്തുനിന്നെങ്കിലും ഞങ്ങൾക്ക് ഇരിപ്പിടം കിട്ടിയില്ല. നിരാശയോടെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. വീണ്ടും വേറൊരു ഹോട്ടൽ തേടിയാണ് പോകുന്നത്. കുറച്ചപ്പുറത്തായി തട്ടുകട എന്ന ഒരു ഹോട്ടൽ കണ്ടു. അവിടെയും നല്ല തിരക്കാണ്. ക്രിസ്മസ് അവധിയായതുകൊണ്ട് വയനാട്ടിലേക്ക് ഫാമിലി ആയിട്ട് ഒരുപാട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഹോട്ടലിലും നല്ല തിരക്ക്. ഒരുപാട് കാത്തിരുന്നതിന് ശേഷം ഞങ്ങൾക്കും സീറ്റ് കിട്ടി. നല്ല നാടൻ ഇലസദ്യയാണ് ഞങ്ങൾ കഴിക്കുന്നത്. നല്ല രുചികരമായ ഭക്ഷണം, എല്ലാ കൂട്ടുകറികളുമുണ്ട്. ഞങ്ങൾ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. ഉച്ചഭക്ഷണവും കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ തന്നെ ചിലവഴിച്ചു. വഴിയരികിൽ ഒരു പായസം വിൽക്കുന്നയാളെ കണ്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് പായസം വാങ്ങി രുചിച്ചു നോക്കി. എല്ലാവരും രുചിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വാങ്ങാമെന്ന് കരുതി. പക്ഷേ ആർക്കും ഇഷ്ടമായില്ല. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. കുറച്ചു സമയം യാത്ര കഴിഞ്ഞപ്പോൾ ഗാന്ധിഗ്രാമം എന്ന കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി.
ഇവിടെയുള്ള മിക്ക കടകളുടെയും പേര് ഗാന്ധി ഗ്രാമം എന്നാണ്. ഞങ്ങൾ കടയിലേക്ക് കയറി ചെന്നു. ചായപ്പൊടിയും അതുപോലെ തന്നെ തേനും ഒക്കെയായി നല്ല നല്ല സാധനങ്ങൾ വില ചോദിച്ചു മനസ്സിലാക്കി. വയനാടൻ തേൻ അതിപ്രശസ്തമാണല്ലോ. ഞങ്ങൾ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. സുഹൃത്ത് റഫീഖ് ഇഞ്ചിമിഠായി വാങ്ങിക്കഴിക്കുകയാണ്. ഇഞ്ചിമിഠായിക്ക് നല്ല മധുരവും എരിവുമുണ്ടത്രേ. അത് കേട്ട് അഷ്റഫും കൂടി അവനോട് ഇഞ്ചിമിഠായി വാങ്ങിക്കഴിച്ചു. ഇത് നൗഷാദ്. അദ്ദേഹവും അദ്ദേഹത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഈ കടകളിൽ വിൽക്കപ്പെടുന്നത്. അടുത്തതായി വയനാടൻ വ്യൂ പോയിന്റ് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു. അരികിനോട് ചേർത്ത് വണ്ടി സൈഡാക്കി ഞങ്ങൾ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ തീരുമാനിച്ചു. അതിമനോഹരമാണ് ഇവിടത്തെ കാഴ്ച. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന റോഡുകൾ, അങ്ങ് ദൂരെ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ, എത്രയോ വളവുകൾ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ വാഹനങ്ങൾ കാണാം. ഈ ചുരത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന്. അടുത്തതായി കോഴിക്കോടിലേക്ക് പോകണോ അതോ തിരിച്ച് നാട്ടിലേക്ക് പോകണോ എന്നുള്ള ചർച്ചയിലാണ്. കോഴിക്കോട്ടേക്ക് പോയിട്ട് നോളജ് സിറ്റി കാണണമെന്നാണ് മിക്കവരുടെയും ആഗ്രഹം. ചുരത്തിൽ ഭയങ്കര ബ്ലോക്കാണത്രേ. സാരമില്ല, നമുക്ക് പോകാമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം എല്ലാവർക്കും നോളജ് സിറ്റിയിലെ പള്ളി കാണണം. എല്ലാവരുടെയും ആഗ്രഹമാണത്. ഞങ്ങൾ ചുരമിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. വയനാടിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ചുരമിറങ്ങാൻ തീരുമാനിച്ചു. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ട്രാഫിക്കുണ്ട്. ഞങ്ങളെ വാഹനവും ട്രാഫിക്കിൽപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ട്രാഫിക്ക്. ഞങ്ങളുടെ വാഹനം ചുരമിറങ്ങുകയാണ്. അതിമനോഹരവും സുന്ദരവുമാണത്രേ മർക്കസിലെ നോളജ് സിറ്റിയിലെ പള്ളി. ആ പള്ളി ഒന്ന് കാണണം. അവിടെ നിന്ന് മഗ്രിബ് നമസ്കരിക്കണം. അതാണ് നമ്മുടെ യാത്രയുടെ ഇനിയുള്ള ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ നോളജ് സിറ്റിയുടെ ക്യാമ്പസിലേക്ക് കടക്കുകയാണ്. അതിമനോഹരവും സുന്ദരവുമാണ് ഓരോ കെട്ടിടങ്ങളും. മനോഹരമായ നിരവധി കെട്ടിടങ്ങൾ ഈ ക്യാമ്പസിലുണ്ട്. പ്രൗഢഗംഭീരമായ മസ്ജിദിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വാഹനം പാർക്കിങ്ങിൽ ഒതുക്കി മഗ്രിബ് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് പള്ളിയിലേക്കുള്ള വഴി. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പള്ളിയിലേക്കെത്താൻ. വർണ്ണപ്പൊലിമയിൽ കുളിച്ചു നിൽക്കുകയാണ് മസ്ജിദ്. എങ്ങും അതിമനോഹരമായ കാഴ്ചകൾ മാത്രം. പള്ളിയുടെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.
നാടിൻ്റെ പല ഭാഗത്തു നിന്നായി മനോഹരമായ ഈ മസ്ജിദ് കാണാൻ വേണ്ടി ദിവസവും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മഗ്‌രിബ് നമസ്കരിച്ചു. കുറേ സമയം പള്ളിയുടെ മനോഹാരിത കണ്ടതിനു ശേഷം ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അനവധി കടകൾ ഉള്ളതാണ് ഈ ക്യാമ്പസ്. വിദ്യാഭ്യാസം, ആരോഗ്യം, IT മേഖല, സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ ഈ ക്യാമ്പസിൽ നിലനിൽക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ക്യാമ്പസിനകത്ത് തന്നെ തൊട്ടപ്പുറത്തായി ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടേക്ക് ചെന്നു. പല വിധത്തിലും നിറത്തിലുമുള്ള ഒരുപാട് വിഭവങ്ങൾ എല്ലാം ഞങ്ങൾ നോക്കിക്കണ്ടു. ഇവൻ വിൽപ്പന നടത്തുന്നത് ഇളനീർ പായസമാണ്. ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അവൻ അല്പം ഇളനീർ പായസം തന്നു. ഞങ്ങളത് രുചിച്ചു നോക്കി. അതീവ രുചികരമാണ് ഇളനീർ പായസം. അപ്പോഴാണ് ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചത്. അവന് കണ്ണ് കാണുന്നില്ല, കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. അവനാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇളനീർ പായസം വാങ്ങിക്കഴിച്ചു. അവനോട് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ച് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനി രാത്രി ഭക്ഷണം കഴിക്കണം. നല്ലൊരു ഹോട്ടൽ നോക്കി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഹോട്ടലിലേക്ക് കയറി ചെന്നു. വടകരയാണ് സ്ഥലം. ഈ ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ്. ഇരിക്കാൻ ഒരു സീറ്റ് പോലുമില്ല. ഫുൾ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. മന്തിയാണത്രേ ഇവിടത്തെ ഹൈലൈറ്റ്. മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ആളുകളും. ഞങ്ങളെ വെയിറ്റർ ഒരു ഉള്ളിലുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ഞങ്ങൾക്കിരിക്കാനുള്ള ഇരിപ്പിടം കാണിച്ചു തന്നു. അറബിക് സ്റ്റൈൽ ഇരുത്തമാണ്. കൈ കഴുകിയതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് ചെന്നു. മന്തി ഓർഡർ ചെയ്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് വെയിറ്റർ പറയുന്നത് മന്തി കിട്ടാൻ വേണ്ടി ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കഴിയുമെന്ന്. ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ മറ്റൊരു കടയിലേക്ക് കയറി ചെന്നു. അവിടെയും വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്. ഞങ്ങൾ എല്ലാവരും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ജീവിതത്തിലെ അതിമനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഈ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.